ഹലോ ഗൈസ്, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആവുന്നത് നമ്മളിന്ന് കുറച്ച് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വെള്ളം എന്ന് പറഞ്ഞാൽ തൂറോളം പേടിയുള്ള ഞാനും ഇന്ന് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പോകണം. അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കല്ലേ. ആൻഡമാൻ ട്രിപ്പിലെ ഡേ 3 ആണെന്ന്. ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്നും നമ്മൾ രാവിലെ തന്നെ എലിഫന്റ് ബീച്ചിലേക്കാണ് എത്തിയിട്ടുള്ളത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഞാനും അപ്പവും അമ്മയാണ് പാരാസൈലിംഗ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. ഈ ഒരു സംഭവത്തിൽ കൂടെ നടക്കണം എന്നുള്ളത് പണ്ടുള്ള ആഗ്രഹമാണ്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ. പക്ഷേ അതിനൊരു അവസരം കിട്ടുന്നത് ഇപ്പോഴാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും നേരെ ബോട്ടിലേക്ക് വന്ന് കയറി. നമ്മൾ ഏകദേശം ഒരു 10-12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് കേട്ടോ ഒരു ബോട്ടിൽ പോകുന്നത്. നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ നമുക്ക് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് തരികയാണ്. അതിനുശേഷം ബോട്ട് ഇവിടുന്ന് പതിയെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചും കൂടെ കടലിൻ്റെ ഉള്ളിലേക്ക് ചെന്നതിന് ശേഷം മാത്രമേ ആക്ടിവിറ്റി തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ ഇവരുടെ പാരച്യൂട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതൊക്കെ ഈ ഒരു സമയത്താണ് കേട്ടോ. ബോട്ട് നല്ല സ്പീഡിൽ പോകുമ്പോൾ ഇത് നന്നായിട്ട് വീർത്ത് വലുതാവുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് നല്ല ഭംഗിയിൽ കാണാനൊക്കെ സാധിച്ചിട്ടോ. അങ്ങനെ ബോട്ട് നല്ല സ്പീഡിൽ പോകാൻ തുടങ്ങി. എലിഫന്റ് ബീച്ചിൽ പാരാസൈലിങ്ങിന് ഒരാൾക്ക് റേറ്റ് വരുന്നത് 3500 രൂപയാണ് കേട്ടോ. അങ്ങനെ പാരച്യൂട്ടൊക്കെ ഓപ്പണായി. നമ്മുടെ ഗ്രൂപ്പിൽ ആദ്യം തന്നെ ഉദ്ഘാടനം നടത്തുന്നത് അമ്മയായിരുന്നു. അങ്ങനെ അമ്മ ആദ്യം അങ്ങോട്ട് പോയി. അങ്ങനെ പാരച്യൂട്ടിലൊക്കെ സെറ്റാക്കിയതിന് ശേഷം അങ്ങനെ മെല്ലെ പറക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടുന്ന് പോകുന്നതും കയറുന്നതും ഒക്കെ ആയിട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് ചേട്ടൻ വന്ന് പറഞ്ഞു ഇനി ഞാൻ എടുക്കാൻ വീഡിയോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ സന്തോഷിച്ചു, കാരണം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മുന്നിൽ നിന്ന് എടുക്കുമ്പോൾ കിട്ടുമല്ലോ എന്നുള്ളത്. അങ്ങനെ പിന്നെ ബാക്കിയുള്ള വീഡിയോസൊക്കെ തന്നെ ആ പുള്ളിക്കാരനാണ് കേട്ടോ എടുത്തത്. പുള്ളി വളരെ ആത്മാർത്ഥമായിട്ട് നിന്നും ഇരുന്നും ചെരിഞ്ഞും ഒക്കെ തന്നെ വീഡിയോസൊക്കെ എടുത്തു. കുറേയൊക്കെ വീഡിയോസൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷേങ്കിൽ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി തന്നെയാണ് ഈ തിരിച്ച് വരുമ്പോൾ ബെൽറ്റ് അഴിക്കുന്നത്, പിന്നെ നെക്സ്റ്റ് പോകുന്ന എന്നെ ബെൽറ്റ് ഇട്ട് തിരിച്ചു വിടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതോ കാര്യങ്ങളൊന്നും തന്നെ വീഡിയോയ്ക്കകത്ത് കിട്ടിയില്ല. ആകാശത്തെത്തിയതിന് ശേഷമുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഏതായാലും കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മളിത് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിലുള്ളൊരു വീഡിയോ കിട്ടാത്തതിൻ്റെ ചെറിയൊരു സങ്കടം ഇല്ലാഴുകയില്ല. എന്തൊക്കെയായാലും പുള്ളി ഇങ്ങോട്ട് വന്ന് ചോദിച്ച് തന്നെ എടുത്തു തന്നാണല്ലോ. കുറേ നിന്നും ചെരിഞ്ഞൊക്കെ ഇതിനിടയിൽ കൂടെ എടുത്ത് തരുന്നുണ്ടല്ലോ, എല്ലാ വർക്കും കൂടെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അങ്ങനത്തെ പോസിറ്റീവ് വശങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ഞാൻ എൻ്റെ സങ്കടത്തെ ഇങ്ങനെ മറികടക്കുകയാണ് കേട്ടോ. ഇത്രയൊക്കെ ഒത്ത് കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാം. പിന്നെ ഫോട്ടോയും വീഡിയോയേക്കാൾ ഉപരി നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തെന്നൊക്കെ വേണമെങ്കിൽ പറയും. എൻ്റെ അപ്പൂൻ്റെയൊക്കെയാണ് കേട്ടോ പോകുന്നതും തിരിച്ചു വരുന്നതായിട്ടുള്ള കറക്റ്റ് വീഡിയോസൊന്നും കിട്ടാത്തത്. പക്ഷേ ബീച്ചിൽ നിന്നുള്ള ഈ ഒരു വ്യൂസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ പുള്ളിക്കാരൻ എടുത്ത് തന്നിട്ടുണ്ട്. കാരണം എല്ലാ വർക്കും കൂടെ പുള്ളി തന്നെ ചെയ്യേണ്ടതോ അതുകൊണ്ടാണ് അങ്ങനെയെന്ന് നമുക്കറിയാം. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ 3 പേരും പാരാസൈലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നത് നമ്മളിവിടെ വിശദമായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തർ കഴിയുന്നതിനനുസരിച്ച് ഇപ്പുറത്തെ വശത്തേക്ക് മാറ്റിയിരുത്തി അങ്ങനെ ക്രമീകരണങ്ങളൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് പാരാസൈലിംഗ് ചെയ്യുമ്പോൾ ക്യാമറ ഫോട്ടോസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർക്കത് ഒരു എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്ത് തരും. അങ്ങനെ വളരെ ചുരുക്കം ചിലർ അവിടെ അങ്ങ് എടുക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബോട്ടിലുള്ള എല്ലാവരുടെയും പാരാസൈലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്ങനെ തിരിച്ച് കരയിലോട്ട് തന്നെ പോകാൻ കേട്ടോ. ഇവിടെ ഇത് കൂടാതെ ധാരാളം വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അച്ഛൻ ചെയ്തിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടം റൈഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ ഈ കാണുന്നത്. അതായത് ബോട്ടിനകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് കടലിൻ്റെ അടിത്തട്ട് തന്നെ ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണത്. പിന്നെ ഇതൊക്കെ സ്നോർക്കലിംഗ് എന്നുള്ള ആക്ടിവിറ്റി കേട്ടോ ഈ കാണുന്നത്.
അങ്ങനെ നമ്മൾ നേരെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് സീ വാക്കിങ്ങും പാരാസൈലിങ്ങും ഒക്കെ ചെയ്യാന്നുള്ളതാണ്. സ്നോർക്കലിംഗ് നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ നമ്മുടെ തീരുമാനം പെട്ടെന്നൊന്ന് മാറി പറഞ്ഞു. നമ്മൾ ഈ പോയ ഗ്യാപ്പിൽ അച്ചോട്ടൻ സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞു കേട്ടോണ്ട് തന്നെ നമ്മൾ 3 പേരും കൂടി ഇനി സ്നോർക്കലിംഗ് കൂടെ ചെയ്യാം എന്ന് കരുതിയിട്ട് അതിനുവേണ്ടി റെഡി ആകുകയാണ് കേട്ടോ. അപ്പോൾ എലിഫൻറ്റ് ബീച്ചിൽ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട് ഒരാൾക്ക് വരുന്ന റേറ്റ് 1500 രൂപയാണ്. അങ്ങനെ നമ്മൾ കരയിലെത്തിയിട്ട് സ്നോർക്കലിംഗ് ടീമിൻ്റെ ആൾക്കാർ വന്നിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് തരികയാണ്. पानी में जाके बोलेंगे सर, तब वीडियो नहीं मिलेगा ना, मिल जाएगा. हम नहीं आ रहे हैं ना, हम बहुत सोच समझ के बोले. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് എനിക്കെന്തോ ചെറിയ പേടിയുണ്ട്. നിങ്ങളുടെ നീന്തൽ അറിയില്ലല്ലോ എന്നൊക്കെ ഇരുന്നിട്ട് എൻ്റെ ഒരു വ്യാകുലത എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് ഇത് ചെയ്യുന്നതിന് നീന്തലൊന്നും ആവശ്യമില്ല എന്നുള്ളത്. അങ്ങനെ നമ്മൾ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇട്ട് നേരെ ബീച്ചിലോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുഖത്ത് ഒരു പ്രത്യേകതരം മാസ്ക് ഘടിപ്പിച്ചിട്ട് നമ്മളൊരു ട്യൂബിൽ കയറൊക്കെ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ കയറ് പിടിച്ചിട്ട് കടലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടന്ന് നമ്മൾ മുഖം കൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് കടലിൻ്റെ കുറച്ച് ദൂരത്തുള്ള കാഴ്ചകളൊക്കെ വളരെ അടുത്തായിട്ട് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു മാസ്കാണിത്. നമ്മുടെ ഒരു കൈ ട്യൂബിൽ ഘടിപ്പിച്ചിട്ടുള്ള കയറിലും മറ്റേ കൈ ഈ നമ്മുടെ കൂടെ വരുന്ന ഇൻസ്ട്രക്ടറും പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിന് മുന്നായിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ തന്നെ അയാൾ നല്ല ക്ലിയർ ആയിട്ട് ഇതിനൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. വെള്ളം കാണുന്നതോ കേൾക്കുന്നതോ പേടിയുള്ള ഞാൻ കടലിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുക, താഴേക്ക് നോക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷേ പേടിക്കാനൊന്നുമില്ല, ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ തന്നെ ധൈര്യത്തിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ, അങ്ങനെ സ്നോർക്കലിംഗ് ചെയ്യാനായിട്ട്. അങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ അതുപോലെയൊക്കെ ചെയ്ത് സ്നോർക്കലിംഗ് എന്നുള്ള ആക്ടിവിറ്റി നല്ല ഭംഗിയായിട്ട് തന്നെ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടോ. കടലിൻ്റെ അടിത്തട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. നല്ല രസമുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ആദ്യമൊക്കെ പേടിച്ചത് വെറുതെ ആയിരുന്നുള്ളത് പിന്നെ മനസ്സിലായിട്ടോ. വെള്ളത്തിനടിയിലുള്ള കലാപരിപാടികളായതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം വീഡിയോസോ ഫോട്ടോസോ ഒന്നും എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. അങ്ങനെ വളരെ ഭംഗിയുള്ള ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് ആക്കിയൊരു സന്തോഷത്തിലാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ സ്നോർക്കലിംഗ് ആക്ടിവിറ്റി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതിന് അടുത്തതായിട്ട് പോകുന്നത് സീ വാക്കിങ്ങിനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയും കൂടെ വീഡിയോസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സമയം കൂടുതലായിട്ട് നീണ്ടുപോകും. അതുകൊണ്ട് അതിനകത്ത് മറ്റൊരു പാർട്ടായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.